ഇരുമുടികെട്ട ശബരിമലയ്ക്ക് വിരതമിരുന്തോമേ അയ്യൻ കതിരൊളികണ്ണിൻ ദർശനം കിട്ട തവമും കിടന്തോമേ ഇരുമുടികെട്ട ശബരിമലയ്ക്ക് വിരതമിരുന്തോമേ അയ്യൻ കതിരൊളികണ്ണിൻ ദർശനം കിട്ട തവമും കിടന്തോമേ ജീവാത്മാവിനെയും പരമാത്മാവിനെയും നെയ്ത്തേങ്ങയിൽ ആവാഹിച്ച് ചെയ്ത പാപപുണ്യങ്ങളെല്ലാം ഇരുമുടിക്കെട്ടിലാക്കി അയ്യന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയായി. സമുദ്രനിരപ്പിൽ നിന്നും 4134 അടി ഉയരത്തിൽ 18 മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുത്തനെയുള്ള മലകൾ കയറി വേണം സന്നിധാനത്തെത്താൻ. മാല ഇട്ട ശേഷം ശരീരത്തെയും മനസ്സിനെയും അതിനായി പാകപ്പെടുത്താനാണ് 41 ദിവസത്തെ വ്രതം എടുക്കുന്നത്. ശ്രീകോവിലിൽ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയും ദർശനത്തിനെത്തുന്ന ഭക്തനും ഇവിടെ ഒന്നാണ്. കാരുണ്യത്തിൻ്റെ ഭഗവത് രൂപമാണ് മണികണ്ഠൻ. പട്ടബന്ധം പൂണ്ട് ചിരുമുദ്രയോടെ വിളങ്ങുന്ന അയ്യപ്പസ്വാമി ഭക്തലക്ഷങ്ങൾക്ക് ആശ്രയരൂപനാണ്. കലിയുഗവരതനായ വിളിച്ചാൽ വിളിപ്പുറത്തുനിന്ന അയ്യന്റെ തിരുരൂപം ഒരു നിമിഷമെങ്കിലും നേരിട്ട് കാണാൻ ഞാൻ ഉൾപ്പെടെയുള്ള ദശലക്ഷം സ്വാമിമാർ ഇവിടെ എത്താറുണ്ട്. അയ്യനെ കാണാൻ വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഇരുമുടിക്കെട്ടിലാക്കി ശിരസിലേറ്റി വേണം സന്നിധാനത്തെത്താൻ. നാം ആകുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിനോടൊപ്പം തേങ്ങ ആഴിയിൽ വിലയം പ്രാപിക്കുമ്പോൾ നമുക്ക് മോക്ഷം സിദ്ധിക്കും. അങ്ങനെ അത് നീയാകുന്നു തത്വമസി. ഇരുമുടിയില്ലാതെ 18-ാം പടി ചവിട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. ചുമപ്പ്, വെള്ള, നീല, കറുപ്പ്, മഞ്ഞ, കാവി ഇങ്ങനെയുള്ള നിറങ്ങളിലെ ഇരുമുടിയുമായാണ് സ്വാമിമാർ സന്നിധാനത്ത് എത്തുന്നത്. ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരാവുന്ന സാധനങ്ങൾ ദേവസ്വം ബോർഡ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കർപ്പൂരം, സാമ്പ്രാണി, പനിന് എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. നെയ്ത്തേങ്ങ, കാണിപ്പൊന്നെന്നാൽ വെറ്റ, പാക്ക്, നാണയം എന്നിവയാണ്. കൂടാതെ 18-ാം പടിയിൽ ഉടയ്ക്കാനുള്ള നാളികേരം, അരി, മഞ്ഞൾ, കുങ്കുമം എന്നിവ മതി. ഭഗവാന് നിവേദിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അവൽ, മലർ, കൽക്കണ്ടം, മുന്തിരി എന്നിവ കൊണ്ടുവരാം. ഇവ സന്നിധാനത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഇത്തവണ കേരള സർക്കാർ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൽ കൂടി 6 ഭാഷയിലൂടെ തീർത്ഥാടകരുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഒന്നാമത്തെ സേവനം. അതിൻ്റെ മൊബൈൽ നമ്പർ 6238008000. ശബരിമലയിലെ കാലാവസ്ഥ, വെർച്വൽ ക്യൂ ബുക്കിംഗ്, ക്ഷേത്രം തുറക്കുന്ന സമയം, ഇടത്താവളങ്ങളുടെ പട്ടിക, ക്ഷേത്ര സേവനങ്ങൾ, ഭക്ഷണ നിരക്ക്, KSRTC ബസ് സമയം, പോലീസ് ഹെൽപ്പ് തുടങ്ങി എല്ലാം ഇവിടെ ലഭ്യമാണ്. മൊബൈൽ നമ്പർ 6238008000. ഈ വർഷത്തെ ദർശന സമയം 18 മണിക്കൂറാണ്. ക്ഷേത്രനട തുറക്കുന്നത് പുലർച്ചെ 3 മുതൽ 1 വരെയും ഉച്ച കഴിഞ്ഞ് 3 മുതൽ രാത്രി 11 വരെയുമാണ്. വെർച്വൽ ക്യൂ ആണ് ഈ വർഷത്തെ മറ്റൊരു പരിഷ്കാരം. ദർശനത്തിനായി വരുന്നവർ വെർച്വൽ ക്യൂ ശബരിമല ഓൺലൈൻ സൈറ്റിൽ ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഇമെയിൽ ID-യും നൽകി ബുക്ക് ചെയ്യണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വെർച്വൽ ക്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ബുക്ക് ചെയ്ത ദിവസം എത്താൻ കഴിയാതെ വന്നാൽ റദ്ദാക്കണം. ആധാർ കാർഡോ കോപ്പിയോ കയ്യിൽ കരുതണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും പ്രീമിയം ഇല്ലാതെ 5 ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് ദേവസ്വം ബോർഡ് ലഭ്യമാക്കുന്നു. തീർത്ഥാടകർ മരിച്ചാൽ നാട്ടിലെത്തിക്കാനുള്ള ആംബുലൻസ് ചെലവ് കേരളത്തിനകത്ത് 30,000 രൂപയും ഇതര സംസ്ഥാനങ്ങളിൽ 1 ലക്ഷം രൂപ വരെയും ദേവസ്വം ബോർഡ് വഹിക്കും. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായി അറിയപ്പെടുന്ന പമ്പാ നദിയെ ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്നു.
കുട്ടനാട്ടിലെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് പമ്പാ നദി. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിലായിരുന്നു ഈ നദി അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിൻ്റെ ആദ്യ കാവ്യം ആയ രാമായണത്തിൽ പമ്പാ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും പമ്പാതീരത്ത് വരികയും ശബരി എന്ന സന്യാസിനിയുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഹിന്ദു മതവിശ്വാസികൾ പമ്പാ നദിയെ പുണ്യനദിയായി കണ്ടുവരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ തനത് കലാരൂപമായ പടയണി പമ്പാ നദിയുടെ സംസ്കാരത്തിൻ്റെ തെളിവാണ്. പമ്പയിലെ കുളി കഴിഞ്ഞ ശേഷം പമ്പ ഗണപതി കോവിലേക്കാണ് അയ്യപ്പന്മാർ എത്തുന്നത്. വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരന് നാളികേരം ഉടച്ച ശേഷം ഉപദേവന്മാരെ തൊഴുതാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. ഇരുമുടിയില്ലാതെ വരുന്നവർക്ക് പമ്പയിൽ കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. വെർച്വൽ ക്യൂവിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് പമ്പ ഗണപതി കോവിലാണ്. ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയെ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയെ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം. മലയാള കാട്ടുക്കുള്ള മതയാனை സൂழ்ந்திருக்க ഗണപതി കോവിലിലെ ചടങ്ങുകൾ ചെയ്ത ശേഷം പന്തള രാജാവിനെ വണങ്ങിയിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഇനിയുള്ള പ്രധാന കേന്ദ്രങ്ങൾ നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം, മരക്കൂട്ടം, ശരംകുത്തി എന്നിവയാണ്. നീലിമല അടിവാരത്ത് വഴി രണ്ടായി പിരിയുന്നു. നീലിമല പാതയിൽ സ്വാമി അയ്യപ്പൻ റോഡ്. സ്വാമി അയ്യപ്പൻ റോഡ് വന്നതിൻ്റെ കഥ, സ്വാമി അയ്യപ്പൻ എന്ന സിനിമ വൻ വിജയം ആയതിനെ തുടർന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയതാണ്. സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടിയാണ് സന്നിധാനത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ട്രാക്ടറിൽ എത്തിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടി പോയാൽ വേഗത്തിൽ സന്നിധാനത്ത് എത്താൻ സാധിക്കും. പക്ഷേ സ്വാമിമാരെ തിരികെ അയക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ വഴി ഉപയോഗിക്കുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ ശരംകുത്തി വഴി 4.5 കിലോമീറ്ററാണ് ദൂരം. നീലിമല, അപ്പാച്ചിമേട്, മരക്കൂട്ടം, ചന്ദ്രയാൻ റോഡ് വഴി സന്നിധാനത്തേക്ക് 3 കിലോമീറ്ററും സ്വാമി അയ്യപ്പൻ റോഡിലൂടെ മരക്കൂട്ടം, ചന്ദ്രയാൻ റോഡ് വഴി സന്നിധാനത്തേക്ക് 3.5 കിലോമീറ്ററുമാണ് ദൂരം. തീർത്ഥാടകരെ നീലിമല വഴിയാണ് കടത്തിവിടാറുള്ളത്. പല തട്ടുകളായുള്ള നീലിമല കയറി എത്തുന്നത് അപ്പാച്ചിമേട്ടിലേക്കാണ്. ഭൂതനാഥൻ്റെ ആജ്ഞക്കാരനായ കടൂരവൻ ദുർദേവതകളെ അടക്കി പരിപാലിക്കുന്ന സ്ഥലമാണ് അപ്പാച്ചിമേട്. ദുർദേവതകളുടെ പ്രീതിക്കായി ഇവിടെ ഇരുവശത്തും അപ്പാച്ചി ഇപ്പാച്ചി കുഴികളിൽ ഉണ്ട വഴിപാട് നടത്തണം. ഇതാണ് ശബരിപീഠം. ശബരി തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ശബരിപീഠം. കാനനത്തിലെ 7 കോട്ടകളിൽ ഒന്നാണ് ശബരിപീഠം. ശബരിക്ക് മോക്ഷം കിട്ടിയ സ്ഥാനം കൂടിയാണിത്. നാളികേരം ഉടച്ച് വഴിപാട് നടത്തിയ ശേഷം സന്നിധാനത്തേക്ക് യാത്ര തുടരാം. ഇരുമുടികെട്ട ശബരിമലയ്ക്ക് വിരതമിരുന്നോമേ അയ്യൻ കതിരൊളി കണ്ണിൻ ദർശനം കിട്ട തവമും കിടന്നോമേ. ശബരിപീഠത്തിന് ശേഷം നമ്മൾ എത്തുന്നത് മരക്കൂട്ടത്തിലേക്കാണ്.
ശരംകുത്തിപ്പാത, നീലിമലപാത, ചന്ദ്രയാൻ റോഡ്, സ്വാമി അയ്യപ്പൻ റോഡ് എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് മരക്കൂട്ടം. മരക്കൂട്ടത്തിന് ശേഷം എത്തുന്ന പ്രധാന സ്ഥലമാണ് ശരംകുത്തി. കന്നി അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരക്കോലുകൾ നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ശരംകുത്തി. മറവപ്പടയെ തോൽപ്പിച്ച അയ്യപ്പനും സംഘവും ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നാണ് സങ്കല്പം. ശബരിമലയിലെ ഉത്സവത്തിന് ഭഗവാൻ എഴുന്നള്ളി എത്തുന്നത് ശരംകുത്തിയിലാണ്. മണ്ഡലപൂജയ്ക്കുള്ള തിരുവാഭരണങ്ങൾ ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് ആനയിക്കുന്നതും ശരംകുത്തിയിൽ നിന്നുമാണ്. ശബരിമലയിൽ മാത്രമല്ല മാളികപ്പുറത്തും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ മാളികപ്പുറം ക്ഷേത്രത്തിന് മുകളിൽ പട്ട് എറിയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ വർഷം മുതൽ അത് നിർത്തലാക്കി. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു. അതും നിർത്തലാക്കിയിട്ടുണ്ട്. അയ്യൻ്റെ സന്നിധിയിലേക്കുള്ള ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആ യാത്രയിൽ കല്ലും മുള്ളും നിറഞ്ഞ പ്രയാസങ്ങൾ നമ്മളെ വേദനിപ്പിച്ചേക്കാം, പിന്നോട്ട് വലിച്ചേക്കാം. നമ്മൾ അതെല്ലാം വകവയ്ക്കാതെ തോൽക്കാതെ മുന്നോട്ട് നീങ്ങും. കാരണം നമ്മൾ സ്വാമിയാണ്, തത്വമസിയാണ്. അയ്യപ്പോ സ്വാമിവാരനെ നവോട് ഓഞ്ചാരണം ദാവോലിക്ക വാരനെ വാക്കുകൾ പാടാനായിരുപ്പേനെ ഓമ്പടി തേടി ഞാൻ വന്നേനെ വാക്കുകൾ പാടാനായിരുപ്പേനെ ഓമ്പടി തേടി ഞാൻ വന്നേനെ വാക്കുകൾ പാടാനായിരുപ്പേനെ ഓമ്പടി തേടി ഞാൻ വന്നേനെ
ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയെ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം